അങ്ങനെ ബന്ധിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ വുളു ചെയ്യണം, പെട്ടെന്ന് തന്നെ വുളു ചെയ്യണം. ആ ബന്ധിപ്പിച്ചതിൻ്റെയും വുളുവിൻ്റെയും ഇടയിൽ മറ്റൊരു അമല് കൊണ്ട് വേർതിരിക്കാൻ പാടില്ല, ബന്ധിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുറെ സമയത്തേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. ഏതുപോലെ ശുചീകരണത്തിൻ്റെയും ഈ പഞ്ഞിയും മറ്റും വെച്ച് ബന്ധിപ്പിക്കുന്നതിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കൽ ശരിയാകാത്തതുപോലെ. മൂന്നാമത്തെ നിബന്ധന, ഷർത്ത്, യുവാലിയ ബൈന അഫ്ആലിൽ വുളൂഇ ബഅദിഹാ മഅ ബഅദിൻ. വുളൂഇന്റെ പ്രവൃത്തികളുടെ ഇടയിൽ തുടർച്ച വേണം. വുളൂഇന്റെ ചില പ്രവൃത്തികളുടെ മറ്റു ചില പ്രവൃത്തികളുടെയും ഇടയിൽ തുടർച്ച വേണം, മുവാലാത്ത് വേണം. എങ്ങനെ? ആദ്യമായിട്ട് മുഖം കഴുകിയെന്നിരിക്കട്ടെ, ഫർളതാണ്. മുഖം കഴുകി ഉടനെ തന്നെ 2 കൈകൾ കഴുകണം. മുഖം കഴുകിയാൽ ഉടനെ തന്നെ 2 കൈകൾ, മുട്ടുൾപ്പെടെയുള്ള 2 കൈകൾ കഴുകണം. ഇടയിൽ മറ്റൊരു കാര്യം കൊണ്ട് വേർതിരിക്കാൻ പാടില്ല, താമസിപ്പിക്കാൻ പാടില്ല. നാലാമത്തെ ഷർത്ത്, നിബന്ധന, യുവാലിയ ബൈനൽ വുളൂഇ വസ്സലാത്തി. വുളൂ ചെയ്തു, ഇങ്ങനെയെല്ലാം ശുദ്ധി വരുത്തി ബന്ധിച്ചു, അതിനുശേഷം വുളൂ ചെയ്തു. വുളൂ ചെയ്തിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ കുറേ സമയം കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല, ഉടനെ തന്നെ തുടർച്ച വേണം. ഏതുപോലെ ബിഹൈസു ഇദാ ഫറഗ മിൻ വുളൂഇ, വുളൂയിൽ നിന്ന് വിരമിച്ചാൽ ഫൈനഹു യൽസമുഹു ഇശ്റാഫി സ്വലാത്തി മുബാശറ, നിസ്കാരത്തിൽ പെട്ടെന്ന് ബന്ധപ്പെടണം, പ്രവേശിക്കണം, നിർബന്ധമാണ്. എങ്ങനെ? മറ്റേതെങ്കിലും ഒരു അമല് കൊണ്ട് ബന്ധപ്പെട്ടാൽ വുളൂ ബാത്തിലായി പോകും. ഏതുപോലെ? മറ്റേതെങ്കിലും അമല് കൊണ്ട് ബന്ധപ്പെട്ടാൽ വുളൂ ബാത്തിലായി പോകും. പക്ഷേ നിസ്കാരവുമായി ബന്ധപ്പെടുന്ന അമലുകൾ കൊണ്ട് വിട്ടുപിരിച്ചാൽ പൊറുക്കപ്പെടും, കുഴപ്പമില്ല. ഇതുപോലെ പള്ളിയിലേക്ക് പോകുന്നത് പോലെ ഇപ്രകാരം മൂത്രിക്കുകയോ കാഷ്ടിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് അവിടെ എല്ലാം ഭദ്രമായി ശുചീകരണം നടത്തി, അവിടെ പഞ്ഞിയോ മറ്റോ വെച്ചുകൊണ്ട് അവിടെ തുണി കൊണ്ടെല്ലാം ബന്ധിപ്പിച്ചു. അതിനുശേഷം വുളൂ ചെയ്തു, അവന് വീട്ടിൽ വെച്ച് വുളൂ ചെയ്തു. പിന്നെ സുമ്മദഹബൈൽ മസ്ജിദി വസല്ലാ ഫീഹി, പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു. ജായിസാണ്, അനുവദനീയമാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പള്ളിയിലേക്ക് നടന്നു പോകുക എന്നുള്ളത്. വലാ യദുറുൽ ഫസ്ലു ബിൽ മശീൽ മസ്ജിദ്, പള്ളിയിലേക്ക് നടക്കൽ കൊണ്ട് ആ വിട്ടുപിരിയൽ കുഴപ്പമില്ല, സമയം ദീർഘമാകാൻ കുഴപ്പമില്ല.